കൂർഗ് യാത്രയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ അടുത്തതായി പോയത് ഹാരംഗി ഡാമിലേക്കാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ പാർക്കൊന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ അന്നേരത്തേന് നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്കിടയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ പോരുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് അബി വാട്ടർഫോൾസിലേക്കാണ്. നമ്മുടെ മടിക്കേരി സെൻട്രലിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അത്ര ദൂരം മാത്രമേ ഉള്ളൂ ഈ ഫോൾസിലേക്ക്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. In 200 meters, slight right onto Madikeri Road, Madikeri, Virajpet Road. മടിക്കേരി ടൗണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ മംഗൽപ്പെട്ടി പീക്കിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടെ നിന്ന് രണ്ടായിട്ട് തിരിയുവാണ്. അതിൻ്റെ തിരക്കാണെങ്കിൽ കാണാൻ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. വഴിയെല്ലാം ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയി, ഞങ്ങൾ പീക്കിലേക്ക് പോയില്ല. പീക്കിലേക്ക് നമുക്ക് പെട്ടെന്നൊന്നും ചെല്ലാൻ പറ്റത്തില്ല, ഓഫ് റോഡ് റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. നമ്മുടെ കാറൊന്ന് പാർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്ക്. സാധാരണ ദിവസങ്ങളിൽ ഇത്ര തിരക്കൊന്നും കാണില്ലായിരിക്കാം. എന്താണേലും ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും മഴയൊക്കെ കുറച്ച് തോർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻട്രി ഫീ ഉണ്ട്, എത്രയൊന്നും ഓർക്കുന്നില്ല, അധികമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം ഇതുപോലത്തെ വഴികൾ നടന്നു പോകണം കേട്ടോ. ഓറഞ്ച് കളർ വെള്ളം, വാട്ടർഫാൾസിലെ ഓറഞ്ച് കളറാണ്, നല്ല ചെളി വെള്ളം. നമ്മുടെ സത്യത്തിൽ നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് കാണുമ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ കൂർഗിൽ പ്രതീക്ഷിക്കണ ഈ മഞ്ഞ് മൂടിയ താഴ്വരയും അങ്ങനെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് നല്ല രസമായിട്ടിങ്ങ് പോന്നു. എങ്കിൽ കൂടിയും പണ്ടുള്ള ആൾക്കാർ വരുമ്പോൾ കൂർഗിൽ വന്നിട്ട് പറയുന്ന അത്ര ഒരു ഫീലൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അത് കേൾക്കുകയും ചെയ്തായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൂർഗിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു അവിടുത്തെ ക്ലൈമറ്റ്. പക്ഷേ ഇപ്പോൾ സാധാരണ പോലത്തെ ക്ലൈമറ്റൊക്കെ ആയി കൂർഗിലെന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രാജാ സീറ്റിലാണ്. ഇതും മടിക്കേരിയോട് തൊട്ടടുത്ത് തന്നെ കിടക്കുന്നതാണ്. നമ്മൾ അവിടുന്ന് അബി ഫാൾസിൽ നിന്ന് പോരുന്ന വഴിക്ക് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മഴയായിരുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടാണ് മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറയേണ്ടത്. നല്ല രസമാണ്, ഒത്തിരി നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും സൺറൈസ് സൺസെറ്റ് ആ ഒരു ടൈമിലാണ് ഇവിടെ ശരിക്കും വരേണ്ടത്. അപ്പോഴാണ് നല്ല വ്യൂ പോയിൻ്റ്, നമുക്ക് നല്ല വ്യൂ ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഞങ്ങൾ എന്തായാലും നല്ല മഴയൊക്കെ നനഞ്ഞാണ് എല്ലാം കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എന്തായാലും വരണം, ഇവിടെ വന്ന് കാണണം എന്നെനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ രാജാ സീറ്റ്. അതും ഈ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ, അല്ലാതെ ഉച്ചനേരത്തൊന്നും വന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴത്തേനും വൈകുന്നേരമായിട്ടോ. ഞങ്ങളിപ്പോൾ പോന്നാലാണ് ഞങ്ങൾക്ക് രാത്രിയാകുമ്പോഴത്തേനും തിരികെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വഴിക്കും ഈ ചെറിയ മഴയും പിന്നെ മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പോരുന്ന വഴിക്ക് കാണാനായിട്ട്. കുറേ ഏരിയ നമ്മളിങ്ങനെ മലകളൊക്കെ കടന്നൊക്കെയാണ് പോരുന്നത്. ഞങ്ങൾ കാസർഗോഡ് ഭാഗത്തായിട്ടാണ് പോരുന്നത്, അതായത് സുല്യ ഭാഗത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.